In the last class, we have discussed what is periodic motion and simple harmonic motion. And we have also derived a differential equation of the simple harmonic motion and its solutions. In this video, we are going to derive expression for maximum amplitude A and also phase constant phi. എയുടെ ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ദറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് വി ഹാവ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ബി സൈൻ ഒമേഗ 0t പ്ലസ് സി കോസ് ഒമേഗ 0t. ഈ ഒരു ഇക്വേഷനിൽ ഇനീഷ്യൽ ടൈം ടി എന്ന് ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനീഷ്യൽ ടൈം ടി 0 ആവുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ എക്സ് ഓഫ് 0യും വെലോസിറ്റി വി ഓഫ് 0 ആയിരിക്കും. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനിൽ ടൈമിന് 0 കൊടുക്കുന്ന സമയത്ത് എക്സ് ഓഫ് 0 ഈക്വൽ ടു ബി സൈൻ 0 പ്ലസ് സി കോസ് 0 എന്നാണ് കിട്ടുക. അതിൽ നിന്ന് നമുക്ക് സി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 എന്ന് എഴുതാം. ഇനി ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെലോസിറ്റീൻ്റെ വാല്യൂ കിട്ടും. അതായത് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഒമേഗ 0 ബി കോസ് ഒമേഗ 0t മൈനസ് ഒമേഗ 0 സൈൻ ഒമേഗ 0t. ഇതിലും നമ്മൾ ടൈമിന് 0 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വി ഓഫ് 0 കിട്ടും. വി ഓഫ് 0 ഈസ് ഈക്വൽ ടു ബി ഒമേഗ 0. അതിൽ നിന്നും ബി ഈസ് ഈക്വൽ ടു വി ഒമേഗ 0 വി ഓഫ് 0 ബൈ ഒമേഗ 0 എന്ന് കിട്ടും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എക്കും അതുപോലെ തന്നെ ഫേസ് കോൺസ്റ്റൻറ്റ് ഫൈക്കും നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ഇതിൽ ബീൻ്റെയും സിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എ ഈക്വൽ ടു റൂട്ട് ഓഫ് വി ഓഫ് 0 ഹോൾ സ്ക്വയർ ബൈ ഒമേഗ 0 സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് 0 സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ ഫൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ബി ബൈ സി ആണ്. അതിലും ബിയുടെയും സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് വി ഓഫ് 0 ബൈ ഒമേഗ 0 എക്സ് ഓഫ് 0 എന്ന് കിട്ടും. ഇനി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദി സൊല്യൂഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ 0t പ്ലസ് 5. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ടിക്ക് 0 കൊടുക്കുന്ന സമയത്ത് എക്സ് ഓഫ് 0 ഈക്വൽ ടു എ കോസ് 5 എന്ന് കിട്ടും. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെലോസിറ്റി കിട്ടും. അതായത് വി ഓഫ് ടി ഈക്വൽ ടു മൈനസ് എ ഒമേഗ 0 സൈൻ ഒമേഗ 0t പ്ലസ് 5 ആണ് കിട്ടുക. അതിലും ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ഓഫ് 0 ഈക്വൽ ടു മൈനസ് എ ഒമേഗ 0 സൈൻ 5 എന്ന് കിട്ടും. അതിൽ നിന്നും എ സൈൻ 5 ഈക്വൽ ടു മൈനസ് വി ഓഫ് 0 ബൈ ഒമേഗ 0 എന്ന് എഴുതാം. ഈ രണ്ട് ഇക്വേഷൻസ്, അതായത് ഇക്വേഷൻ നമ്പർ 3 ആൻഡ് 4, ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 3ൻ്റെ RHSൽ എ കോസ് സ്ക്വയർ 5 ഉണ്ട്. 4ൻ്റെ RHSൽ എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 ആണ് ഉണ്ടാവുക. അത് ആഡ് ചെയ്യുന്ന സമയത്ത് എ സ്ക്വയർ ആയിട്ട് മാറും. അതായത് കോസ് സ്ക്വയർ 5ഉം സൈൻ സ്ക്വയർ 5ഉം 1 ആവും. അത് എ സ്ക്വയർ ആയിട്ട് മാറും. LHSലുള്ളത് എക്സ് ഓഫ് 0 സ്ക്വയർ പ്ലസ് വി ഓഫ് 0 സ്ക്വയർ ബൈ ഒമേഗ 0 സ്ക്വയർ ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ഓഫ് 0 സ്ക്വയർ ബൈ ഒമേഗ 0 സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് 0 സ്ക്വയർ എന്ന് കിട്ടും. അതിൽ നിന്നും എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ഓഫ് 0 സ്ക്വയർ ബൈ ഒമേഗ 0 സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് 0 സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇക്വേഷൻ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടാൻ ഫൈ ഈക്വൽ ടു മൈനസ് വി ഓഫ് 0 ബൈ ഒമേഗ 0 എക്സ് ഓഫ് 0 എന്ന് കിട്ടും. അതിൽ നിന്നും ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് വി ഓഫ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ 0 ഇൻറ്റു എക്സ് ഓഫ് 0 എന്ന് കിട്ടും. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷനിൽ നിന്നും
നമ്മൾ എയുടെയും ഫൈയുടെയും വാല്യൂ കാണുന്ന സമയത്ത് നമുക്ക് സെയിം എക്സ്പ്രഷൻ തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എനർജിയാണ്. ഒരു ഹാർമോണിക് ഓസിലേറ്ററിന് പൊട്ടൻഷ്യൽ എനർജിയുണ്ട്, കൈനറ്റിക് എനർജിയുണ്ട്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മായിരിക്കും. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അതായത് x = a cos ω0t + 5. ആ ഒരു സിസ്റ്റത്തെ, ഏതെങ്കിലും സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ dx എന്നൊരു ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യണം. ആ ഒരു വർക്കിന് നമ്മൾ dw എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ dw = -f × dx എന്ന് എഴുതാം. f എന്ന് പറയുന്നത് അതിലുള്ള റീസ്റ്റോറിങ് ഫോഴ്സാണ്. dx എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസാണ്. എഫിന് നമുക്ക് -kx എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ dw = kx × dx എന്ന് കിട്ടും. ഇനി നമ്മൾ ആ ഒരു മോഷൻ്റെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് 0 to x ഇൻ്റർവെൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. therefore we will get w = kx dx എന്ന് വരും. എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് x²/2 ആണ് കിട്ടുക. അതായത് ½kx² എന്ന് കിട്ടും. ഈ ഒരു വർക്ക് ഡൺ ആ ഒരു സിസ്റ്റത്തിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ പൊട്ടൻഷ്യൽ എനർജിയായിട്ട് ഡിനോട്ട് ചെയ്യാം. u(x) = ½kx² എന്ന് കിട്ടും. ഈ ഒരു പൊട്ടൻഷ്യൽ എനർജീൻ്റെ വാല്യൂവിന് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ½ kA² cos² ω0t + 5 ആയിട്ട് മാറും. ഇനി നമ്മൾ ഒരു പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത് A ആണ്. x 0 ആവുന്ന പൊസിഷനിലാണ് പെൻഡുലം ഇപ്പോൾ ഉള്ളത്. അത് ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആവുന്ന സമയത്ത് x = a ആവുന്ന സമയത്ത് അവിടെ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കുക. അത് ആ ഒരു ബോബ് താഴോട്ട് വരുന്തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അതായത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കാം x = a എന്ന് പറഞ്ഞ പോയിന്റിലും കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കുക x = 0 എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. x = 0യിൽ നിന്നും x = a എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോകുമ്പം കൈനറ്റിക് എനർജി കുറയും, പൊട്ടൻഷ്യൽ എനർജി കൂടും. അപ്പോൾ എപ്പോഴും അതിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷനെ ½ എക്സിന് a എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ½ എന്ന് എഴുതാം. നമുക്കറിയാം ω0² എന്ന് പറയുന്നത് k/m ആണ്. അപ്പോൾ k = നമുക്ക് m ω0² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്ക് ½ m ω0² എന്ന് കിട്ടും. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം dx/dt ആണ്. അതായത് x ഡോട്ട് = ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനെ ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് -a ω0 sin ω0t + 5 എന്നാണ് കിട്ടുക. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കൈനറ്റിക് എനർജിക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½mv² ആണ്, ഓർ ½mx.² ആണ്. അതിൽ x ഡോട്ടിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ½ ma² ω02 sin² ω0t + 5 എന്ന് കിട്ടും. sin² ω0t + 5നെ 1 - cos² ω0t 5 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം.
നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0t പ്ലസ് ഫൈ ആണ്. അതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ 0t പ്ലസ് ഫൈ എന്ന് കിട്ടും. അതിൽ നിന്നും നമുക്ക് കോസ് സ്ക്വയർ ഒമേഗ 0t പ്ലസ് ഫൈക്ക് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം എ സ്ക്വയർ ഒമേഗ 0 സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിട്ട് മാറും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിട്ട് മാറും. എ സ്ക്വയർ രണ്ടും ക്യാൻസൽ ആവുന്ന സമയത്ത് ഹാഫ് എം ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. എം ഒമേഗ 0 സ്ക്വയറിനെ കെ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് അത് ഹാഫ് കെ എ സ്ക്വയർ എക്സ് സ്ക്വയർ ആയിട്ട് മാറും. കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത് എക്സ് 0 ആവുമ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടി മാക്സ് കിട്ടും. അതായത് മാക്സിമം കൈനറ്റിക് എനർജി ഹാഫ് കെ എ സ്ക്വയർ ആയിരിക്കും. അതിനെ നമുക്ക് ഹാഫ് എം ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ടി പ്ലസ് യു ആണ്. ടി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, യു എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. രണ്ടിൻ്റെയും വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതിൽ നിന്നും ഹാഫ് കെ എക്സ് സ്ക്വയർ ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി ഹാഫ് കെ എ സ്ക്വയർ ആണ് ഉണ്ടാവുക. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മാക്സിമം കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി കൈനറ്റിക് എനർജി മാക്സിമം ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഒമേഗ 0ക്ക് 2π ന്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. ഒമേഗ 0ക്ക് 2π ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ 0 സ്ക്വയർ എ സ്ക്വയർ ആണ്. അത് ഹാഫ് എം 2π ന്യൂ ഓൾ സ്ക്വയർ എ സ്ക്വയർ എന്ന് വരും. ഓർ 2π സ്ക്വയർ ന്യൂ സ്ക്വയർ എ സ്ക്വയർ എം ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണിത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഡിസ്പ്ലേസ്മെൻറ്റ് 0യിലേക്ക് വരുന്തോറും പൊട്ടൻഷ്യൽ എനർജി കുറയാണ് ചെയ്യുന്നത്. അതുപോലെ കൈനറ്റിക് എനർജി ഡിസ്പ്ലേസ്മെൻറ്റ് എയിലേക്ക് പോകുന്തോറും കൈനറ്റിക് എനർജി കുറഞ്ഞിട്ട് 0 ആവുകയാണ്. കൈനറ്റിക് എനർജി മാക്സിമം എക്സ് 0 ആവുന്ന സമയത്താണ്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എക്സ് എ ആവുന്ന സമയത്താണ്.